എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ കൃഷി ചോളത്തിൻ്റെയാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കുറച്ച് ചോളത്തിൻ്റെ വിത്ത് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് നമ്മൾ ട്രെയിലിട്ട് കഴിഞ്ഞപ്പോൾ ഇതുപോലെ വളർന്ന് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് കാണാം, ഇതെല്ലാം ചോളത്തിൻ്റെ ഓരോ വിത്ത് പൊട്ടിച്ച് ഇട്ട് കഴിഞ്ഞാൽ മുളച്ചു വന്നിരിക്കുന്നതാണ് ഇതെല്ലാം. അപ്പോൾ ഇതൊന്ന് നട്ടുകൊടുത്ത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ കൃഷി ചെയ്യാൻ നോക്കുന്നതാണ്. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ ഒരു വാരം എടുത്തിട്ട് ഡോളമൈറ്റ് ഇട്ട് കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ കമ്പോസ്റ്റ് വളം ഇരിക്കുന്നുണ്ട്, അതായത് മണ്ണിര കമ്പോസ്റ്റിൻ്റെ വളം ഇരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മളുടെ രാജ്ഫോസും അതും കൂടി മിക്സ് ചെയ്ത് കുഴിയിൽ രാജ്ഫോസും കമ്പോസ്റ്റും കൂടി ഇടും. വാരത്തിൽ വന്നിട്ട് നമ്മൾ ഡോളമൈറ്റ് ഇട്ട് കൊടുക്കും. അങ്ങനെ മിക്സ് ചെയ്താണ് നമ്മൾ കൃഷി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. നല്ല വെയിലുള്ള സ്ഥലം നോക്കി നമ്മൾ തിരഞ്ഞെടുക്കുക. എന്നിട്ടൊരു നല്ലൊരു വാരം ചെത്തി ഉണ്ടാക്കുക. വെള്ളക്കെട്ടില്ലാത്ത മണ്ണായി നീർവാഴ്ചയുള്ള സ്ഥലത്ത് വേണം ഇത് കൃഷി ചെയ്യാനായിട്ട്. വെള്ളക്കെട്ടുണ്ടാകാൻ പാടില്ല. വാര എടുക്കുന്ന സമയത്ത് ഇവിടെ കുറേ ചവറുകളുണ്ട്, അത് കുറച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാണ്. അപ്പോൾ നല്ല വളം നമ്മളുടെ ചെടികൾക്ക് കിട്ടും, ചോളത്തിന് നല്ല വളം കിട്ടും. അതിനു വേണ്ടിയാണ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് മണ്ണ് കയറ്റി കൊടുക്കണം ചവറിൻ്റെ മുകളിലേക്ക്. രണ്ട് വാരം എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ഡോളമൈറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഡോളമൈറ്റ് അല്ലെങ്കിൽ നമുക്ക് കുമ്മായി ഇട്ട് കൊടുക്കാം, ഏത് വേണേലും ഇട്ട് കൊടുക്കാം. ഡോളമൈറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് തൂളി കൊടുക്കുക വരമ്പ് നമ്മളുടെ വാരത്തേക്കിടെ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് കുമ്മായം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഡോളമൈറ്റ് ഏത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കണം. നമ്മുടെ pH ലെവല് കറക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ കാൽഷ്യം വേരുകൾക്കൊക്കെ നല്ല ഓട്ടം കിട്ടാനൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുക. ഒന്ന് ഈ മണ്ണിങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൂടുതലായിട്ട് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. മഴ പെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇരുന്നോളും. ഇപ്പോൾ മഴയുള്ള കാരണം കുഴപ്പമില്ല. നനവുള്ള മണ്ണിലേക്കാണ് ഡോളമൈറ്റ് ആണെങ്കിലും കുമ്മായ ആണെങ്കിലും ഒക്കെ ചെയ്ത് കൊടുക്കേണ്ടത്. ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ മഴക്കാലം കാരണം പ്രശ്നമില്ല. വളമായിട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മളുടെ രാജ്ഫോസാണ്. രാജ്ഫോസും നമ്മളുടെ ഇത് നമ്മളുടെ മണ്ണിര കമ്പോസ്റ്റുമാണ്. ഈ രണ്ട് വളം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ രാജ്ഫോസ് എന്ന് പറയുന്ന ഒരു ജൈവവളമാണ്. ഇത് ശരിക്കും രാജസ്ഥാനിൽ നിന്ന് വരുന്ന നമ്മളുടെ മലകളിൽ നിന്നൊക്കെ ഖനനം ചെയ്തെടുക്കുന്നതാണ് ഈ രാജ്ഫോസ്. ശരിക്കും ഒരു ഫോസ്ഫറസ് വളമാണ്. അടിവളമായിട്ട് നമ്മളുടെ എല്ലുപൊടിക്കൊക്കെ പകരമായിട്ട് ഈ രാജ്ഫോസാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇതാണ് ഈ റേറ്റ് കുറവാണ്. എല്ലുപൊടി നമുക്ക് ഒറിജിനൽ കിട്ടാണെങ്കിൽ അത് നല്ലതാണ്, പക്ഷേ അത് റേറ്റ് കൂടുതലായിരിക്കും. ഇതാണെങ്കിൽ നമുക്ക് റേറ്റും കുറവ്, ഉപയോഗിക്കാൻ നല്ല വളമാണ്. രാജ്ഫോസ് എന്ന് പറയുന്നത് രാജസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെ ഒരു വളമാണ്. അവരുടെ സർക്കാരിൻ്റെ മൈനിങ് സെക്ഷനിൽ നിന്ന് വരുന്ന വളമാണ് രാജ്ഫോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഒരു കുഴി എടുത്തിട്ട് അതിലിട്ട് കൊടുക്കാം. ആ കുഴിയിൽ ഇട്ടിട്ട് നമ്മൾ തൈ നട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. ആദ്യം ഇത് മിക്സ് ഒന്ന് ചെയ്യട്ടെ. കുറച്ച് വളം രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ചെറിയൊരു കുഴി എടുക്കുക. അത് ആ ചെടി നടാനുള്ള നമ്മളുടെ ചോളത്തിൻ്റെ തൈ നടാനുള്ളൊരു കുഴി എടുക്കുക. ഒരല്പം ഒരു പിടി, ജസ്റ്റ് ഒരു പിടി കുറച്ച് മതി, അത് ഇട്ട് കൊടുക്കുക. ഒരു 50 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ നട്ടു കൊടുക്കാം. ഈ കുഴിയെ തമ്മിൽ ഒരു 50 സെൻറ്റിമീറ്റർ ഗ്യാപ്പ്. എടുക്കാണ്. നമ്മളൊരു കൊലശ്ശേർ എടുത്തിട്ടുണ്ട്. അടിയിൽ നിന്ന് പതുക്കെ പൊക്കി എടുക്കാണ്. ഓരോന്ന് നമ്മൾ
തൈ പിടിച്ച് നടാം. കുഴിയിലേക്ക് ഇറക്കി വയ്ക്കുക, മണ്ണിട്ട് മൂടി കൊടുക്കുക. ഇനി വലുതായതിന് ശേഷം നമുക്ക് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. രണ്ട് സൈഡിലും രണ്ട് നിരയാണ്, ഒരു 50 സെൻറ്റിമീറ്റർ ഗ്യാപ്പ്. നമ്മൾ ചോളത്തൈകളൊക്കെ നട്ട് കഴിഞ്ഞു. നമ്മുടെ ഗ്യാപ്പുള്ളിടത്ത് ഇപ്പം 2 നിര എന്നുള്ളത് 3 നിരയാക്കി. കുറച്ച് വീതിയുള്ള വരമ്പുകളിൽ ഏകദേശം ഒരു 100 തൈ നട്ടിട്ടുണ്ട്.